ലോകമെമ്പാടുമുള്ള യുദ്ധം താനാണ് നിർത്തിയത് എന്നുള്ള അവകാശവാദങ്ങൾക്കിടയിൽ ട്രംപിൻ്റെ ഏറ്റവും വലിയ ആധി എന്ന് പറയുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തി നൊബേൽ സമ്മാനം അടിച്ചെടുക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ചിരകാല സ്വപ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. എന്തായാലും അത് ഉടനെയൊന്നും തന്നെ നടക്കുമെന്ന് തോന്നുന്നില്ല. ട്രംപ് യുദ്ധം നിർത്താനായി പുടിനെ വിളിച്ചെങ്കിലും യുദ്ധം കനക്കുകയും കൂടുതൽ മിസൈലുകൾ യുക്രൈനിലേക്ക് പറന്ന് യുക്രൈനെ തകർച്ചയിലേക്ക് നയിക്കുന്ന കാഴ്ചയുമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ സെലൻസ്കി രംഗത്തെത്തിയിരിക്കുകയാണ്. സെലൻസ്കി ട്രംപിൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഞങ്ങൾക്ക് ഏക പ്രതീക്ഷ യുദ്ധം നിർത്താനെന്നാണ്. ഇത് ട്രംപ് എങ്ങനെ സഹിക്കും എന്നുള്ളത് കണ്ടറിയണം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ആശംസകൾ നേർന്നതിന് പ്രധാനമന്ത്രി മോദിയോട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നന്ദി പറഞ്ഞു. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സംഭാവനയിൽ യുക്രൈന് വിശ്വാസമുണ്ടെന്ന് അദ്ദേഹം ഒരു പ്രധാന പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. സമാധാനത്തിനും സംഭാഷണത്തിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ യുക്രൈൻ അഭിനന്ദിക്കുന്നുവെന്ന് സെലൻസ്കി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. ഇന്ന് ലോകം മുഴുവൻ ഈ ഭയാനകരമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ച് ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ സംഭാവനയിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. തന്ത്രം ശക്തിപ്പെടുത്തുന്ന ഓരോ തീരുമാനവും യൂറോപ്പിൽ മാത്രമല്ല ഇൻഡോ പസഫിക്കിലും സുരക്ഷ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് സെലൻസ്കി പറയുന്നത്. ഓഗസ്റ്റ് 16 യുക്രൈനിലെ ജനങ്ങൾക്ക് സമാധാനവും പുരോഗമനപരവുമായിട്ടുള്ള ഭാവിയും ആശംസിച്ച പ്രധാനമന്ത്രി മോദി സെലൻസ്കിക്ക് സ്വാതന്ത്ര്യ ദിനാശംസകളും നേർന്നു. റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ സംഭാവന നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 15 സെലൻസ്കിയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പ്രധാനമന്ത്രി മോദി എക്സിൽ പറഞ്ഞു, പ്രസിഡന്റ് സെലൻസ്കി നിങ്ങളുടെ ഊഷ്മളമായ ആശംസയ്ക്ക് നന്ദി. ഇന്ത്യയും യുക്രൈനും തമ്മിൽ കൂടുതൽ അടുത്ത ബന്ധം കെട്ടിപ്പടുക്കുന്നതിനുള്ള സംയുക്ത പ്രതിബദ്ധതയെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. യുക്രൈനിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സമാധാനവും പുരോഗതിയും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഭാവി ആശംസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓഗസ്റ്റ് 24 പ്രധാനമന്ത്രി മോദിയിൽ നിന്ന് ലഭിച്ചൊരു കത്ത് സെലൻസ്കി ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്തു. അതിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ യുക്രൈൻ്റെ പ്രസിഡന്റിൻ്റെ ചിന്തനീയമായ സന്ദേശത്തിനും ആശംസകൾക്കും നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി മോദി കത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾക്കും യുക്രൈനിലെ ജനങ്ങൾക്കും ഞങ്ങൾ ആശംസകൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഞാൻ കീവ് സന്ദർശിച്ചത് ഓർക്കുന്നു. അതിനുശേഷം ഇന്ത്യ യുക്രൈൻ ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതി ഞാൻ ശ്രദ്ധിക്കുന്നു. പരസ്പര പ്രയോജനകരമായിട്ടുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ എപ്പോഴും സമാധാനത്തിൻ്റെ പക്ഷത്താണ്. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷം നേരത്തെയും നിലനിൽക്കുന്നതും സമാധാനപരവുമായിട്ടുള്ള ഒരു പരിഹാരത്തിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ അത് പ്രതിജ്ഞാബദ്ധമാണെന്നാണ് നരേന്ദ്രമോദി സെലൻസ്കിക്ക് അയച്ച കത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.